ഉൾപ്പെടെയുള്ളവർ. എന്നാൽ അതിനൊരവസരം ജനത്തിന് കൊടുക്കാതെ അദ്ദേഹം നോമിനേറ്റഡ് സ്ഥാനത്തേക്ക് പിൻവാതിലിലൂടെ അധികാരത്തിൻ്റെ സ്ഥലത്തേക്ക് പോകുന്നു. അപ്പോൾ പാലായിലെ ജനങ്ങളിൽ നിന്ന് അദ്ദേഹം ഓടി ഒളിക്കുകയാണ് ചെയ്തത്, ഞങ്ങളെയൊക്കെ നിരാശരാക്കിയത്. പാലാ നഗരസഭയിലെ CPM കൗൺസിലറും പാർലമെന്ററി പാർട്ടി നേതാവുമായ ബിനു പുളിക്കക്കണ്ടമാണ് നമ്മളോടൊപ്പം ചേരുന്നത്. അദ്ദേഹം കഴിഞ്ഞ 1.5 വർഷമായി ഈ കറുത്ത വസ്ത്രമാണ് ധരിക്കുന്നത്. അത് ഇപ്പോൾ മാറ്റാനും ഉപേക്ഷിക്കാനും അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നു. അതിന് കാരണം അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. എന്താണ് ഇപ്പോൾ ഈ കറുത്ത വസ്ത്രം മാറ്റാനുള്ള തീരുമാനം? അതോടൊപ്പം തന്നെ കേരള കോൺഗ്രസിനോടുള്ള പ്രതിഷേധ സൂചകമായി ആയിരുന്നല്ലോ ഈ കറുത്ത വസ്ത്രം അണിഞ്ഞത്. ഞാൻ കേരള കോൺഗ്രസിനോടുള്ള പ്രതിഷേധ സൂചകമല്ലായിരുന്നു, അത് തന്നെ ഒരു തെറ്റാണ് പറഞ്ഞത്. ഞാൻ 2023 ജനുവരി മാസം 19 തീയതിയാണ് പാലാ നഗരസഭ ചെയർമാൻ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അപ്പോൾ മുൻ വ്യവസ്ഥയനുസരിച്ച് തെരഞ്ഞെടുപ്പിലുണ്ടായ വ്യവസ്ഥയനുസരിച്ച് 1 വർഷം CPM-ന് 6 CPM കൗൺസിലർമാരിൽ 5 പേരും വനിതകളും പാർട്ടി ചിഹ്നത്തിൽ ജയിച്ച ഏക പുരുഷ കൗൺസിലറും ഞാനായിരുന്നു. അപ്പോൾ ഞാൻ ചെയർമാനാകും, മാത്രമല്ല 20 വർഷക്കാലത്തെ പ്രവർത്തന പരിചയം, 20 വർഷക്കാലമായി തുടർച്ചയായി പാലാ നഗരസഭയിൽ കൗൺസിലറുമാണ് ഞാൻ ചെയർമാനാകുമെന്നാണ് പാർട്ടിയും മുന്നണിയും പാലായിലെ പൊതുസമൂഹവും ഒക്കെ വിശ്വസിച്ചിരുന്നത്. ആ ഒരു സാഹചര്യത്തിൽ രാഷ്ട്രീയ വൈരാഗ്യത്തിൻ്റെ പേരിൽ, രാഷ്ട്രീയ അസഹിഷ്ണുതയില്ലായ്മയുടെ പേരിൽ, പ്രതികാര രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് എന്നെ ഒഴിവാക്കുന്നതിന് വേണ്ടി ശ്രീ ജോസ് കെ മാണി നിലപാടെടുക്കുന്നു. എന്നാൽ മുന്നണിയുടെ കെട്ടുറപ്പിനെ ബാധിക്കാവുന്നതുകൊണ്ടും അല്ലെങ്കിൽ ഒരുപക്ഷെ മുന്നണി താല്പര്യങ്ങൾ കളയാതിരിക്കുന്നതിനൊക്കെ വേണ്ടി ഞാൻ പ്രതിദാനം ചെയ്യുന്ന പ്രസ്ഥാനം എന്നോട് മാറി നിൽക്കാൻ ആവശ്യപ്പെടുകയും വേറെ ആളെ ചെയർമാനാക്കുകയും അത് മുൻപോട്ട് പോവുകയും ചെയ്തു. എന്നാൽ ആ ഒരു സാഹചര്യത്തിൽ എനിക്ക് വലിയ വേദനയുണ്ടായി. വേദന എന്ന് പറഞ്ഞാൽ മോഹഭംഗമോ അല്ല എനിക്കുണ്ടായത്. അത് ഈ കഴിഞ്ഞ 36 വർഷക്കാലത്തെ രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ട് അതിനൊന്നും പ്രസക്തിയില്ല. പക്ഷേ അർഹതപ്പെട്ട ഒരു സ്ഥാനം അനാവശ്യമായി തട്ടിക്കളഞ്ഞു. അദ്ദേഹത്തിൻ്റെ തട്ടിക്കളഞ്ഞ രാഷ്ട്രീയ നേതാവിൻ്റെ നിലപാടുകൾ ശരിയോ, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ ശരിയാണോ തെറ്റാണോ എന്ന് ജനം വിലയിരുത്തുന്നോടം വരെ കറുത്ത വസ്ത്രത്തിലേക്ക് ഞാൻ മാറി. അതൊരു പ്രതിഷേധം മാത്രമല്ലായിരുന്നു, ഒരു ആത്മസമർപ്പണം കൂടിയായിരുന്നു. ഞാനെടുത്തൊരു തീരുമാനം, എൻ്റെ നിലപാടുകളാണോ ശ്രീ ജോസ് കെ മാണിയുടെ നിലപാടുകളാണോ ജനം ശരിയെന്ന് വിലയിരുത്താനൊരവസരം. അത് കഴിഞ്ഞ് 1.5 വർഷത്തിന് ശേഷം പാർലമെൻറ്റ് ഇലക്ഷൻ നടക്കുന്നു. പാർലമെൻറ്റ് ഇലക്ഷന് ശ്രീ ജോസ് കെ മാണിയുടെ സ്ഥാനാർത്ഥി വരുന്നു. മുന്നണി തീരുമാനമനുസരിച്ച് അദ്ദേഹത്തിന് വേണ്ടി കഴിഞ്ഞ 1.5 മാസക്കാലമായി ഞങ്ങളൊക്കെ വളരെ അധികം കഷ്ടപ്പെട്ട് പ്രവർത്തിച്ചു. ഞാൻ ഉൾപ്പെടെയുള്ള CPM കൗൺസിലർമാരുടെ ബൂത്തുകളിലാണ് പാലാ നഗരസഭ ലീഡ് ചെയ്ത ബൂത്തുകൾ. അദ്ദേഹത്തിൻ്റെ വാർഡിൽ പോലും അദ്ദേഹത്തിന് കേവലം 9 വോട്ട് മാത്രമാണ് ലീഡ് ചെയ്യാൻ സാധിച്ചത്. ഞങ്ങളൊക്കെ 100 കണക്കിന് വോട്ടിന് ലീഡ് വാങ്ങിച്ചു കൊടുത്തു. പക്ഷേ അദ്ദേഹത്തിൻ്റെ നിലപാടുകളെ പാലയിലെ ജനങ്ങൾ പൂർണ്ണമായും തിരസ്കരിച്ചു. അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ, രാഷ്ട്രീയ നിലപാടുകൾ, അദ്ദേഹത്തിൻ്റെ പ്രതികാര രാഷ്ട്രീയം, അദ്ദേഹത്തിൻ്റെ അസഹിഷ്ണുതയുടെ രാഷ്ട്രീയം, അദ്ദേഹത്തിന് ജനങ്ങളോടുള്ള പെരുമാറ്റം ഉൾപ്പെടെ എല്ലാം പാലായിലെ ജനങ്ങൾ വിലയിരുത്തി. അതിൻ്റെ പേരിലാണ് അദ്ദേഹത്തിന് വോട്ട് കുറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിക്ക് വോട്ട് കുറഞ്ഞതും സ്ഥാനാർത്ഥി പരാജയപ്പെട്ടതും. അപ്പോൾ ജനം വിലയിരുത്തി. പിന്നെ ഞാൻ വീണ്ടും ഓർത്തു, അടുത്ത നിയമസഭാ ഇലക്ഷന് അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ ജനം അംഗീകരിക്കുമോ? അംഗീകരിച്ചാൽ നമുക്ക് സന്തോഷം. അദ്ദേഹത്തോടല്ലല്ലോ എതിർപ്പ്, അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തോടുമല്ല എതിർപ്പ്, അദ്ദേഹത്തിൻ്റെ നിലപാടുകളോടാണ് നമുക്ക് എതിർപ്പ്. അദ്ദേഹം നിലപാടുകൾ മാറ്റി ജനത്തിന് സ്വീകാര്യനാകാൻ വേണ്ടിയാണ് ഞങ്ങൾ നോക്കിയിരുന്നത്, ഞാൻ ഉൾപ്പെടെയുള്ളവർ. എന്നാൽ അതിനൊരവസരം ജനത്തിന് കൊടുക്കാതെ അദ്ദേഹം നോമിനേറ്റഡ് സ്ഥാനത്തേക്ക് പിൻവാതിലിലൂടെ അധികാരത്തിൻ്റെ സ്ഥലത്തേക്ക് പോകുന്നു. അപ്പോൾ പാലായിലെ ജനങ്ങളിൽ നിന്ന് അദ്ദേഹം ഓടി ഒളിക്കുകയാണ് ചെയ്തത്, ഞങ്ങളെയൊക്കെ നിരാശരാക്കിയത്. പാലായിലെ ജനങ്ങളിൽ നിന്ന് ഓടി ഒളിക്കുന്നു. അത് അങ്ങനെ പോയി ഓടി ഒളിക്കുന്ന ഒരാളോട് പ്രതിഷേധം കാണിച്ചിട്ടോ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ അറിയാൻ ശ്രമിച്ചിട്ടോ കാര്യമില്ല. അപ്പം താങ്കളുടെ വിഷയത്തിലും ഇപ്പോൾ രാജ്യസഭാ സീറ്റിലും CPM ജോസ് കെ മാണിക്ക് അടിയറ വെച്ചു എന്നാണോ? ഒരിക്കലുമല്ല, അടിയറ വെച്ചു എന്ന വാക്ക് ശരിയല്ല. മുന്നണി സംവിധാനത്തിൽ വിട്ടുവീഴ്ചകൾ അടിയറ വെച്ചതായിട്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല. എനിക്ക് വലിയ സന്തോഷവും ബഹുമാനം തോന്നുക ഞാൻ പ്രദാനം ചെയ്യുന്ന പ്രസ്ഥാനത്തോട്, മുന്നണിയോട്. കാരണം രാഷ്ട്രീയ അഭയം തേടിയതാണ് ശ്രീ ജോസ് കെ മാണി. UDF ചവിട്ടി പുറത്താക്കി, താഴേക്കും മുകളിലേക്കും നോക്കി നിൽക്കുന്ന ദയനീയ അവസ്ഥ. രാഷ്ട്രീയപരമായിട്ട് കൂടെ ആളുകളില്ല. മാണിസാറിനെ പോലെ മാർഗദർശിയായിട്ടുള്ള ഒരു നേതാവ് അദ്ദേഹത്തെ നിയന്ത്രിക്കാനോ ഉപദേശിക്കാനോ ഇല്ല. കൂടെ നിന്ന ആളുകൾ മുഴുവൻ അദ്ദേഹത്തെ വിട്ടുപോയി. പാലായിലെ ജനങ്ങൾ അദ്ദേഹത്തെ കൈയൊഴിയുന്നു. ആ ഒരു സാഹചര്യത്തിൽ രാജ്യസഭാ സീറ്റ് കൂടി അദ്ദേഹത്തിന് ലഭിച്ചില്ല എങ്കിൽ അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്താവും? കേരള രാഷ്ട്രീയത്തിൽ നിന്ന് അപ്രസക്തമാവുകയാണ്. ജോസ് കെ മാണി എന്ന രാഷ്ട്രീയ നേതാവ് മാത്രമല്ല, ഒരു പ്രസ്ഥാനം തന്നെ അപ്രസക്തമാകുന്നു. ആ ഒരു സാഹചര്യത്തിൽ രാഷ്ട്രീയ അഭയം തേടിയ പ്രസ്ഥാനത്തോട് ഞാൻ വിശ്വസിക്കുന്ന പ്രസ്ഥാനവും മുന്നണിയും കാണിച്ചത് ഞങ്ങൾക്കെല്ലാം വലിയ അഭിമാനം തോന്നുന്നു, അവരോട് പ്രശംസിക്കാൻ തോന്നുന്നു. ഞങ്ങൾക്ക് തന്നൊരു മെസ്സേജായിട്ട് ഞങ്ങൾ കാണുന്നു. അഭയം തേടുന്നവരെ, കൈകാലിട്ടടിക്കുന്നവരെ, ദയനീയ സ്ഥിതിയിലുള്ളവരെ, രാഷ്ട്രീയ അഭയത്തിനായി കെഞ്ചുന്നവരെ, യാചിക്കുന്നവരെ പുറന്തള്ളല്.
ആ ഒരു മെസ്സേജ് സ്വീകരിക്കുന്നു ഞാൻ ഉൾപ്പെടെയുള്ളവർ. അതാണ് ഇപ്പോൾ സംഭവിച്ചത്. കെ മുരളീധരന്റെ വാക്കുകൾ കൂടി താങ്കൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ടല്ലോ ഈ ഞാനത് രാഷ്ട്രീയപരമായിട്ട് അദ്ദേഹവുമായി ഒരു കാലത്ത് നല്ല ബന്ധമുണ്ടായിരുന്നു, ഇപ്പോഴും വ്യക്തിപരമായിട്ട് ബന്ധമുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇന്നലത്തെ ഇൻ്റർവ്യൂ നിങ്ങളൊക്കെ ഉൾപ്പെടെയുള്ളവർ കാണുമ്പോൾ അദ്ദേഹം തൃശ്ശൂർ തോറ്റ് രാജ്യസഭാ സ്ഥാനം ഏറ്റെടുക്കുമെന്ന് ചോദിച്ചപ്പോൾ ഒരു രാഷ്ട്രീയ നേതാവ് എന്ന രീതിയിൽ രാജ്യസഭാ സ്ഥാനം ഞാൻ ഏറ്റെടുക്കുന്ന സാഹചര്യം ഉണ്ടായാൽ ഞാനില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എനിക്ക് അദ്ദേഹത്തോട് വലിയ ബഹുമാനം തോന്നി ഒരു രാഷ്ട്രീയ നേതാവിനോട്. പക്ഷേ ഒരു പ്രസ്ഥാനത്തെ നയിക്കുന്ന പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരന് അദ്ദേഹത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അവർ ജനങ്ങളിൽ നിന്ന് ഓടി ഒളിക്കുന്നു. ഇത് രണ്ടും ഒരു മെസ്സേജല്ലേ? രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്ക് ഇതൊരു പാഠപുസ്തകമാണ്. അതാണ് ഞാൻ അദ്ദേഹത്തെ അങ്ങനെ പറഞ്ഞത്. പാലാ നഗരസഭയിൽ താങ്കൾക്കെതിരെയുള്ള വിവാദങ്ങൾക്ക് പിന്നിലും ഒക്കെയും ഇത്തരത്തിലുള്ള ഗൂഢസംഘങ്ങളാണ്, അല്ലെങ്കിൽ ജോസ് കെ മാണിയുടെ പങ്കാണ് എന്നാണ് ഞാൻ പറഞ്ഞില്ല. ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യമൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിൽ പോലും 4ാം ക്ലാസ് സ്കൂളിലായിട്ട് രാഷ്ട്രീയ പൊതുരംഗത്തേക്ക് വന്നതാണ്. ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി കെ എം മാണി സാറിന് വേണ്ടി പ്രവർത്തിച്ച് ചുമരുകൾ എഴുതി ബാനർ വലിച്ച്, ഇന്നത്തെ പോലെ ഫ്ലെക്സ് ഒന്നുമില്ല, നടക്കുമ്പോൾ പാൻറ്റും കോട്ടും ഇട്ട് ഉദ്യോഗസ്ഥനായി നിൽക്കുകയാണ് ജോസ് കെ മാണി. അപ്പോൾ അദ്ദേഹത്തെക്കാളും രാഷ്ട്രീയ പാരമ്പര്യം എനിക്കുണ്ട്. പക്ഷേ എൻ്റെ അച്ഛൻ ഒരു പാവപ്പെട്ട പലചരക്കടക്കാരനായിരുന്നു, അദ്ദേഹത്തിൻ്റെ ഒപ്പം കേരള രാഷ്ട്രീയത്തിലെ ചാണക്യനായിരുന്നു. ആ വ്യത്യാസം കൊണ്ട് അദ്ദേഹം രാജ്യസഭാ എം പിയൊക്കെ ആയി, ഞാൻ പാലാ നഗരസഭ കൗൺസിലറായെന്നേ ഉള്ളൂ. പക്ഷേ ജനങ്ങളുമായിട്ട് ഇടപഴകാൻ ഒരുപക്ഷെ അദ്ദേഹത്തേക്കാൾ കൂടുതൽ എനിക്ക് സാധിക്കുന്നു എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കറുത്ത വസ്ത്രം ഉപേക്ഷിക്കുമ്പോഴും ജോസ് കെ മാണിയുടെ നിലപാടുകളോട്, വ്യക്തിപരമായി ആക്രമിക്കുന്ന നിലപാടുകളോടുള്ള പോരാട്ടം തുടരുമെന്ന നിലപാടിലാണ് ബിനു പുളിക്കാക്കണ്ടം. പാലായിൽ നിന്നും ജോസി ബാബു, മീഡിയ 1.